ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ കണ്ടാലോ. അപ്പം ഇതാണ് ഞാനിതിൻ്റെ ആദ്യത്തെ ഒരു വ്യൂ കാണിക്കാം കേട്ടോ. കുറച്ച് ദൂരെ നിന്നുള്ളൊരു വ്യൂ. ഇത് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാർട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ഇതാണുള്ളത്. ഒരു ആന്തൂറിയത്തിൻ്റെ കുറേയൊക്കെ പോയി, ഇടയ്ക്കൊക്കെ മാത്രമേ പൂ വിരിയുന്നുള്ളൂ. ഇതൊന്ന് റീപ്ലാന്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഇവിടെ ഒരു ഇലച്ചെടിയാണ്. ഇതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഇവിടെ താങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഒരു മഞ്ഞയും പച്ചയും മിക്സ് ആയിട്ടുള്ളൊരു ഇല. പിന്നെ വരുന്നത് ഇതാണ്. എനിക്ക് ഈ ചെടികളുടെ ഒന്നും പേരറിയില്ല കേട്ടോ. നിങ്ങൾക്ക് പേരൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ആന്തൂറിയാണ്. അതിലിപ്പോൾ ഒരു പൂ ഉണ്ടായിട്ടുണ്ട്. കുറേ ആയിട്ട് ഇതിൽ പൂവൊന്നും വിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കുള്ളതൊരു റോസാണ്. ഇതൊരു ഓറഞ്ച് കളറിലുള്ള റോസാണ്. ഇത് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങിപ്പോയി. അപ്പോൾ ആ വീട് ഇതുപോലെ ഉണ്ടല്ലോ, ഇതുപോലെ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കുറച്ച് താഴെ നിന്ന് വെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ അതങ്ങ് നീണ്ടു പോകും. അപ്പോൾ വെട്ടിക്കൊടുത്താൽ അതിൻ്റെ തൊട്ട് മേലേന്ന് അത് കിളുത്ത് വന്നോളും. പിന്നെ നമുക്കുള്ളത് ഇതുപോലൊരു റോസാണ്. ഇതിലെപ്പോഴും നിറയെ പൂ ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ പൂ ഉണ്ടായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. നല്ല വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്കുള്ളത് വേറൊരു ചെടിയായിട്ടോ. ഇതൊരു ഇലച്ചെടിയാണ്. ഇതിൽ പൂവൊന്നുമില്ല. ഇതൊരു ഇലച്ചെടിയാണ്. ഇതുപോലെ ഇങ്ങനെ വലുതായി വരും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മെല്ലെ കിളുത്ത് വരുന്നത് കേട്ടോ. അടിയിൽ നിന്നും കൂടെ വരും. ഇതിൻ്റെ സൈഡിൽ കൂടെ വേറൊരു ഇത് കിളുത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ അതിങ്ങനെ വലുതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതൊരു കുറച്ച് വലിയ ചെടിയാണ്. ഇത് സത്യത്തിൽ നമ്മൾ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല, വീടിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമുക്ക് വീടിൻ്റെ അകത്തൊരു കുളം ഉണ്ടായിരുന്നു. മുമ്പ് അതിൽ മീനായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൽ മീനൊക്കെ മാറ്റിയിട്ട് അതിൽ നിറച്ചും ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നടുക്ക് കുറച്ച് ഹൈറ്റിലിങ്ങനെ പൊന്തിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാന്റാണ്. നമ്മളിത് വാങ്ങിച്ചിട്ട് ഇതുവരെ അകത്ത് വെച്ചിട്ടില്ല. പിന്നെ ഇത് കേട്ടോ, ഈ ഒരു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് മുല്ലയാണ് കേട്ടോ. ഇത് നല്ലോണം നിറഞ്ഞു പൂത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരിക്കലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് പക്ഷേ കാണാൻ പറ്റും, നിറയെ മൊട്ടുണ്ട്. പക്ഷേ ഈ നിറയെ മൊട്ടുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വിരിയുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഒരു സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് വിരിഞ്ഞ് നല്ല പോലെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മുല്ലയുടെ മണമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ അതാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു വെള്ള തുളസിയുണ്ട്. പിന്നെ വരുന്നത് ഇതാണ്. ഈ ചെടിയുടെയും പേരെനിക്കറിയത്തില്ല. ഇതാണ് ഈ ഒരു ചെടി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇത്രയും ഏരിയയിൽ നട്ടിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു അരക്കാപ്പാം നട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റെപ്പുണ്ട്, 2 സ്റ്റെപ്പ് വണ്ടി കയറാനല്ലാതെ നടന്നിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് നമ്മളിതുപോലെ അരേക്കാപ്പാം നട്ടിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇതൊരു ആർച്ച് പോലെ വളർന്നു വരുമെന്നാണ് പ്രതീക്ഷ. ലെഫ്റ്റ് സൈഡിലെ അരേക്കാപ്പാം കുറച്ചുകൂടെ നന്നായിട്ട് വളരുകയാണെങ്കിൽ ഇതൊരു ആർച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് വളരും. പിന്നെ ഈ ഒരു ഏരിയ ഒരു ലോൺ ഏരിയ ആണ്. നമ്മൾ വെറുതെ ചായ കുടിക്കാനും വർത്താനം പറയാനും ഒക്കെ ഇടയ്ക്കൊന്ന് വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു ഏരിയ ആണ്. ഇത് പുല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ആദ്യം നമ്മൾ സാധാരണ പുല്ലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് മാറ്റിയതാണ്. ഇത് കടലാസ് പൂവാണ് കേട്ടോ, ബോഗൺവില്ല. കടലാസ് പൂവെന്നൊക്കെ കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞുകൊണ്ടേ ഒരു ശീലത്തിന് അങ്ങ് വന്നു പോയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കാറില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അത് കുറച്ച് നിറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളത് വെട്ടിക്കൊടുക്കുമായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആരും ഇരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതി. പിന്നെ ഇവിടെ ഇതൊരു പൂവാണ്. പിന്നെ നേരത്തെ കാണിച്ച സെയിം പ്ലാന്റ്സ് തന്നെയാണ്, അപ്പുറത്തുനിന്ന് റിപ്പീറ്റാണ്. ഇത് നമ്മുടെ ഒരു മണി പ്ലാന്റ് ആണ്. ഇതുപോലെ നീണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ ടെറസിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്കറിയാവുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇത് മറ്റേ ബോൾസാണ്. ഇതിൻ്റെ 2 കളറുണ്ട്. ഇതിൻ്റെ ഒത്തിരി കളറുണ്ടായിരുന്നു. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് അവസാനം പോയി. പിന്നെ ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വലുതുണ്ടായിരുന്നു, അതും പോയി. നമ്മുടെ ചെടികളൊക്കെ ഒത്തിരി പോയി കേട്ടോ. പിന്നെ വരുന്നത് നമ്മളിവിടെയൊക്കെ കുറേ കുഞ്ഞു ബാംബൂ ട്രീസ് നട്ടിട്ടുണ്ട്. അതൊക്കെ വളർന്ന് വലുതായി വരും.
പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ നമ്മൾ ഇതൊരു ചെടി, ഇത് ലില്ലി ഫ്ലവർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ നമുക്ക് 2 ചെത്തിയുണ്ട്. ഇതൊരു ചെത്തിയാണ്, ഇതൊരു ചെത്തിയാണ്, രണ്ടും സെയിം കളറാണ്. പിന്നെ ഞാൻ കുറച്ച് സൈഡിലേക്ക് നട്ട് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു അരക്കപ്പം നമുക്കുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഈ ചെടിയുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ ഇതെൻ്റെ ഒരു ഫെയിലിയറാണ്. എനിക്കിത് കുഞ്ഞുനാളിലെ ഇങ്ങനെ വെട്ടി വിടുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വെട്ടാൻ പറ്റിയില്ല. ഇനി ഇത് വെട്ടിയാൽ നന്നാവുമൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊന്ന് വെട്ടി നോക്കണമെന്നുണ്ടായിരുന്നു. ഈ മഴക്കാലത്ത് ഇത് വെട്ടിയാൽ നശിച്ചു പോകുമെന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ വെട്ടാതിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒന്നും വെക്കാതെ ഇവിടേക്ക് പിന്നീട് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അതായത് ഈ ചെടികളൊക്കെ എപ്പോഴും ഇവിടെ ഇങ്ങനെ പെർമനൻ്റ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ കാർ പോർച്ചാണ്. അപ്പോൾ ദേ കാർ പോർച്ചിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റിൻ്റെ ഓരോ സൈഡിൽ കൂടെ നമ്മൾ ഇതുപോലെ ഇത് നട്ട് വെച്ചിട്ടുണ്ടേ. അവിടെ വരെയുണ്ട്. അത് വളർന്ന് വരുമ്പോൾ ഇതിങ്ങനെ കവറായി നിൽക്കും. പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ മണി പ്ലാന്റൊക്കെ നമ്മൾ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ചെടിയും കൊണ്ട്. പിന്നെ ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് സത്യത്തിൽ വലിയൊരു പ്ലാന്റ് ആയിരുന്നു. അതിനെ കുറേ കഴിഞ്ഞപ്പോൾ അത് കാണാനൊരു ഭംഗിയില്ലാതായപ്പോൾ നമ്മളതിൻ്റെ ഓരോ തണ്ടും എടുത്ത് നട്ടതാണ് ഇങ്ങനെ. ഇത് സത്യത്തിൽ എല്ലാം കൂടെ കൂടിയിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരെണ്ണല്ലേ. ഈ കാണുന്നത് മുഴുവനും നമ്മളതുപോലെ അതിൽ നിന്ന് പിരിച്ച് നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് വേറൊരു ഇലച്ചെടിയാണ്. ഇവിടെ കൂടുതലും ഇലച്ചെടികളോടാണ് താല്പര്യം, അതുകൊണ്ടാണ് ഈ ഇലച്ചെടികൾ കൂടുതലും. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ചെടി ഇങ്ങനെ നട്ടാൽ മാത്രമേ ഇത് വളരുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊരു സർപ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇല നട്ടാൽ ഇത് പിടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാർ പോർച്ചിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറേ ബാംബൂ ട്രീസ് ഉണ്ട്, ഇവിടെ കുറേ ഇലച്ചെടികളുണ്ട്. അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇലച്ചെടികൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ചെടികൾ. ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് എന്താ പറയുക, കളറുള്ള ചെടികളൊക്കെ വളരെ കുറവാണ്. നമുക്ക് കുറേ അധികമായിട്ട് ഇങ്ങനെ ഈ ബാംബൂ ട്രീസ്, ഇലച്ചെടികൾ അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടിയില്ലേ, ആ കുഞ്ഞ് ഇലകൾ, കുറേ ഇലകളുള്ള ചെടി, അതിനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങളത് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ചെടി കേട്ടോ, ഈ ഒരു ഇലച്ചെടി. പിന്നെ അതവിടെ ബാംബൂ ട്രീ ഉണ്ട്. പിന്നെ അത് വേറെ ഒരെണ്ണം. പിന്നെ ആ ഒരു ചെടി ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഹെൽത്തി എന്ന് വെച്ചാൽ അതിനൊരു മരണമില്ലെന്ന് തോന്നുന്നത്. ഒത്തിരി കാലം വെള്ളം ഒഴിക്കാണ്ട് ഒക്കെ ഉണങ്ങി കിടന്നിട്ടും വീണ്ടും അത് മഴ പെയ്യുമ്പോൾ അത് പിടിച്ചു വരും. വെയിലാവുമ്പോൾ അത് ഉണങ്ങി മുഴുവൻ പോകത്തില്ല, എന്നാലും അത് സസ്റ്റെയിൻ ചെയ്യും. അങ്ങനെ അത്രയുള്ളതാണ്. പിന്നെ ഇത് വേറൊരു ഇലച്ചെടിയാണ്. അപ്പം ഞങ്ങളത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ ഇല വെറുതെ എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഞങ്ങളത് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ വൺ. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ. ഇതിൻ്റെ അടിയിൽ വേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഇതിൻ്റെ അടിയിൽ വേര് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടാവില്ല, ബട്ട് ഞാനിത് ബുക്കിൽ കാണിക്കാണ്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ തെർമോക്കോളിൽ മുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോളിൽ അങ്ങനെ പൊങ്ങിയിരിക്കാൻ വേണ്ടി തെർമോക്കോളിൽ വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വേര് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇലയാണിത്, ഒരു ഇല, അതിൻ്റെ ഒരു ഇല മാത്രം എടുത്തിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഒരു ഇല മാത്രം വീട് കിടക്കുന്നുണ്ട്. ആ ഇല ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, പിന്നെ വേര് വന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ വേര്. അപ്പോൾ അതിന് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ വലിയ ചെടിയായിട്ട് വളർന്നു വരും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ചെടീനെ പറ്റിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്